ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉരഗജീവികൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പാമ്പായിരിക്കും അല്ലേ? പാമ്പിനെ പറ്റി കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യാനാണ് ഇത്തവണത്തെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പലർക്കും അതിനെ പേടിയാണ്, ചിലർക്ക് അതിന് അറപ്പാണ്. അതേസമയം ചിലർക്ക് അതൊരു വളർത്തുമൃഗമാണ്. ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പിനെ വളർത്തുന്ന ആൾക്കാരെ കാണാം. നമുക്ക് പാമ്പിൻ്റേതായ പെറ്റ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാധു മൃഗമാണ് പാമ്പ്. ലോകത്തിൽ നിന്ന് 3500 തരത്തിലുള്ള പാമ്പുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ തന്നെ 600ഓളം വിഷമുള്ളവയാണ്. ആകൃതി, സ്വഭാവം, നിറം, വിഷമില്ലാത്തത്, വിഷമുള്ളത്, വിഷത്തിൻ്റെ പ്രവർത്തന രീതി, അങ്ങനെ പല രീതിയിൽ പാമ്പ് വർഗ്ഗത്തെ തരംതിരിച്ചിട്ടുണ്ട്. പാമ്പിനെ തിരിച്ചറിയാനും പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശൽക്കം അല്ലെങ്കിൽ സ്കെയില്. ചിലരതിനെ ചെതുമ്പൽ എന്നും പറയാറുണ്ട്. മീനിൻ്റെ ചെതുമ്പലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ തോന്നിയിട്ട് ചെതുമ്പൽ എന്നും പറയാറുണ്ട്. ഈ പാമ്പിൻ്റെ തൊലി മുഴുവൻ ഈ ശൽക്കങ്ങളോട് പൊതിഞ്ഞിരിക്കും. ഒരു പാമ്പിനെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ തൊലി മുഴുവൻ ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ശൽക്കങ്ങളുടെ ആകൃതി, വലുപ്പം, നിറം ഇവയെല്ലാം പാമ്പിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ശൽക്കങ്ങളുടെ പ്രധാന ദൗത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന് വേണ്ടി ഈർപ്പം നിലനിർത്തുക, പിന്നെ പാമ്പിന് കയ്യും കാലൊന്നുമില്ലല്ലോ, അപ്പോൾ അതിലെ ചലനങ്ങളെ നിയന്ത്രിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതേപോലെ ഈ ശൽക്കങ്ങൾ രൂപപ്പെടുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിൽ നിന്നിട്ടാണ്. നമ്മുടെ മുടിയും നഖവും എല്ലാം ഇതേ കെരാറ്റിൻ തന്നെയാണ്. ഇനി നമ്മൾ പാമ്പിൻ്റെ പടം പൊഴിക്കലും പുതിയ തൊലി വരുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ സംഭവം എല്ലാ ജീവികളിലും ഉണ്ട്. സംശയിക്കട്ടെ, നമ്മൾ മനുഷ്യന്മാരിലും ഈ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം, ചില വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. ഓരോ മിനിറ്റിലും ഏകദേശം 30,000 മുതൽ 40,000 കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. പകരം പുതിയത് വരുന്നുമുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. മനുഷ്യനിൽ നിന്ന് പാമ്പ് വ്യത്യസ്തമായിട്ട് പടം പൊഴിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് ഒറ്റയടിക്കാണ്ട് പടം ഊരിക്കളയുക ചെയ്യുക. എന്ന് വെച്ചാൽ ആ മുഴുവൻ യൂണിറ്റും ഒറ്റയടിക്കാണ്ട് ഊരിക്കളയുക. അതേസമയം മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽസ് ഇങ്ങനെ പല സമയത്തായിട്ട് കൊഴിഞ്ഞു പോവുകയും പുതിയത് വരികയാണ് ചെയ്യുക. നമുക്കത് കാണാൻ പറ്റില്ല. ഈ പാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. അതിപ്പം ഏറ്റവും നീളം കൂടിയ പാമ്പായിട്ടുള്ള റെറ്റിക്കുലേറ്റഡ് പൈത്തനായാലും ശരി, കിങ് കോബ്ര ആയാലും ശരി, ഏറ്റവും ഭാരം കൂടിയ പാമ്പുള്ള അനക്കോണ്ട ആയാലും ശരി, ഇതൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് തൊലി വളരുന്നില്ല. ഈ പാമ്പിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ ഒന്ന് വലിഞ്ഞു കൊടുക്കും, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വലിഞ്ഞു കൊടുക്കും എന്നുള്ള സത്യമാണ്. അതേസമയം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പാമ്പിൻ്റെ തൊലി വളർന്ന് പാമ്പിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മാച്ച് ആവില്ല. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഊരിക്കളയുമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ വളരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പുതിയ സൈസുള്ള വസ്ത്രങ്ങൾ ധരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തൊലി ഉരിയുന്നത് വഴി മറ്റൊരു ഗുണം കൂടി പാമ്പിന് കിട്ടുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ തൊലിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് അല്ലെങ്കിൽ പരോപജീവികൾ, ഇതുങ്ങളെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആവാനും കൂടി പാമ്പിന് സാധിക്കുന്നുണ്ട്. പാമ്പ് പടം പൊഴിക്കുന്ന ആ പ്രോസസ്സിന് എഗ് ഡിസീസ് എന്നാണ് പറയുക. പഴയ തൊലിയുടെ അടിയിൽ പുതിയ തൊലി രൂപപ്പെട്ടതിന് ശേഷം മാത്രമാണ് പാമ്പ് തൊലി ഉരിയാൻ ശ്രമിക്കുക. ഈ പടം പൊഴിക്കുന്ന പാമ്പ് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ടുള്ള വല്ല കല്ലോ മരക്കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചതിന് ശേഷം ശരീരം അതിലേതായിട്ട് ഉരച്ചിട്ട് മുൻവശത്തോ വല്ല ഒരു ഓപ്പണിങ് ഇട്ടിട്ട് ഈ പഴയ തൊലിയിൽ നിന്ന് അങ്ങോട്ട് എഴഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. പഴയ തൊലി അവിടെ കിടക്കുകയും ചെയ്യും, പാമ്പ് എഴഞ്ഞ് പോവുകയും ചെയ്യും. മുതിർന്ന പാമ്പുകളെ കണക്കെടുക്കുകയാണെങ്കിൽ ശരാശരി 2-3 പ്രാവശ്യം വർഷത്തിൽ അതുങ്ങൾ തൊലി മാറ്റും. അതേസമയം പാമ്പ് കുട്ടികളാണെങ്കിൽ 2-3 ആഴ്ച കൂടുമ്പോൾ പുതിയ തൊലി അതുങ്ങൾക്ക് മസ്റ്റാണ്. പടം പൊഴിക്കാനായി പാമ്പ് ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയെ പിടിക്കാനായി യാതൊരു ഉത്സാഹം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകളൊക്കെ നിറം മങ്ങി ഏകദേശം നീല നിറയി മാറും. അതുപോലെ തന്നെ തൊലിയും വരണ്ട് മങ്ങും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.